Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Gold and Diamonds. Celebrate the beauty of life. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. സുനിത ഫർണിച്ചർ, താവക്കര, കണ്ണൂർ since 1985. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സർക്കാരിനോടൊപ്പം ജനങ്ങളുടെ സഹകരണം കൂടിയായാൽ മാത്രമേ നാടിന്റെ സമ്പൂർണ്ണ വികസനം സാധ്യമാകൂ എന്ന് കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ. വികസന രംഗത്ത് കേരളം രാജ്യത്തിന് മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണപുരത്ത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വീടുകളുടെ താക്കോൽ കൈമാറൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ടോന്താറിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലും ഇലക്ട്രിക് പോസ്റ്റും തകർത്തു. തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. പയ്യന്നൂർ നഗരസഭ സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ഗാന്ധി പാർക്കിനു സമീപം തുറന്നു. മലയാള നാടകാചാര്യൻ ഇബ്രാഹിം വെങ്ങര ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഫ്ലഡ്ലിസ് സ്റ്റേഡിയത്തിൽ നടന്നുവന്ന കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. വാശിയേറിയ മത്സരത്തിൽ യുവശക്തി എടാട്ട് ചാമ്പ്യന്മാരായി. വാർത്തകൾ വിശദമായി. സർക്കാരിനോടൊപ്പം ജനങ്ങളുടെ സഹകരണം കൂടിയായാൽ മാത്രമേ നാടിന്റെ സമ്പൂർണ്ണ വികസനം സാധ്യമാകൂ എന്ന് കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ. വികസന രംഗത്ത് കേരളം രാജ്യത്തിന് മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണപുരത്ത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വീടുകളുടെ താക്കോൽ കൈമാറൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ കൂടി ഭാഗവാക്കാകുമ്പോഴാണ് വികസന പ്രവൃത്തി വേഗത്തിലാകുന്നത്. സർക്കാരിനോടൊപ്പം സഹകരിക്കേണ്ട ഉത്തരവാദിത്വം ജനങ്ങൾക്കുണ്ട്. ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും നല്ല സൽപ്രവൃത്തിയാണ് വീടില്ലാത്തവന് വീട് വെച്ച് നൽകുക എന്ന പ്രവൃത്തിയെന്നും സ്പീക്കർ പറഞ്ഞു. അതിനും ഇതേപോലെ 2 ഏക്കർ ഭൂമി ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് വാങ്ങിച്ചതാണ്. പണം പിരിച്ചു ഒറ്റ ദിവസം സഖാവ് കോടിയേരി മുൻകൈ എടുത്ത് 1,32,00,000 രൂപ ബക്കറ്റ് കുലുക്കി മേടിച്ചു. അപ്പൊ നിങ്ങൾ പറയും അതൊക്കെ നിങ്ങളെടുത്ത് നടക്കും, നമ്മളെടുത്ത് നടക്കില്ല. നിങ്ങളെടുത്ത് നടക്കും. അതിന് മുൻകൈ ഉണ്ടാവണം. അതിനുശേഷം 3ാമത് ഞങ്ങൾ മുൻകൈ എടുത്തതാണ് പയ്യന്നൂർ ITI, ഗവൺമെന്റ് ITI. ഞങ്ങൾ ഭൂമി വാങ്ങിച്ചു കൊടുത്തു, ITI വന്നു. 4ാമത്തത് ഇപ്പം ഞങ്ങൾ തുടങ്ങാൻ പോകുന്നത് പൊന്യത്തങ്കം കളരി അക്കാദമിക്ക് വേണ്ടി ജനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വരൂപിച്ചു, ഭൂമി വാങ്ങിച്ചു, അവിടെ അക്കാദമി വരാൻ പോകുന്നു. ഇതുപോലെ ജനങ്ങളെ കൂടി ഇതിന്റെ ഭാഗമാക്കാവണം. നമ്മൾ ആൾക്കാരുടെ ധാരണ എല്ലാം സർക്കാർ ചെയ്യേണ്ടതാണ്. കണ്ണപുരം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ M. വിജിൻ MLA അധ്യക്ഷത വഹിച്ചു. VO നളിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ, കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രതി, വൈസ് പ്രസിഡന്റ് M. ഗണേശൻ, പ്രേമ സുരേന്ദ്രൻ, AV പ്രഭാകരൻ, N. ശ്രീധരൻ, KV ശ്രീധരൻ, TK ദിവാകരൻ, BK വിജയൻ, സന്തോഷ് വള്ളുവൻകടവ്, സന്തോഷ് CB, K. രാജൻ മാസ്റ്റർ, O. മോഹനൻ, B. ജയ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലും ഇലക്ട്രിക് പോസ്റ്റും തകർത്തു. തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടെ കണ്ടോന്താറിലാണ് സംഭവം. കണ്ടോന്താറിൽ ചെറുവിച്ചേരി റോഡിൽ തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. മാതമംഗലം ഭാഗത്തു നിന്നും വന്ന കാർ നിയന്ത്രണം വിട്ട് വീട്ടുമതിലും റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റും തകർത്തു. കണ്ടോന്താറിലെ കൂക്കാനത്ത് കരുണാകരന്റെ വീടിന്റെ മതിലാണ് തകർന്നത്. കാർ ഡ്രൈവർക്ക് നിസ്സാര പരിക്കുപറ്റി. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുതി തടസ്സം നേരിട്ടു. ഇവരെ ദാമോദരേട്ടനും എൻ്റെ അനുജൻ മോഹനും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കാഴ്ച കണ്ടത്. എന്നെ വിളിച്ചിട്ട് ഞാൻ ഉണർന്നിട്ട് പോയപ്പോഴാണ് വിവരം കണ്ടത്. അവർ വണ്ടി എടുത്തിട്ട് രാത്രി പോവുകയും ചെയ്തിരുന്നു.
അതിനുശേഷം ബന്ധപ്പെട്ടൊന്നുമില്ല. കറണ്ട് സപ്ലൈ അപ്പോഴുണ്ടായിരുന്നില്ല. കറണ്ട് സപ്ലൈയിലും പോയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. പയ്യന്നൂർ നഗരസഭ സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ഗാന്ധി പാർക്കിന് സമീപം തുറന്നു. മലയാള നാടകാചാര്യൻ ഇബ്രാഹിം വെങ്ങര ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ നഗരസഭ ജനുവരി 26, 27, 28 തീയതികളിലായി നടത്തുന്ന സാഹിത്യോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. മലയാള നാടക ആചാര്യൻ ഇബ്രാഹിം വെങ്ങര ഉദ്ഘാടനം ചെയ്തു. അത് ദൃശ്യകല മാത്രമല്ല, പക്ഷേ അതിൻ്റെ സാഹിത്യ മൂല്യം കിടക്കുന്നത് നാടകത്തിൻ്റെ ക്രിയകളിലാണ് അതിൻ്റെ സാഹിത്യ മൂല്യമുള്ളത്, പുറത്തല്ല. ഏത് സാഹിത്യത്തിൻ്റേതായാലും ധ്വനിയാണ് പാഠം, അതായത് സാഹിത്യത്തിൻ്റെ ധ്വനിയാണ്, പച്ചയായി പറയലല്ല എന്നെനിക്ക് തോന്നുന്നു. അടുത്ത കാലത്ത് ഞാനൊരു ചെറുകഥ വായിച്ചു. അടുത്ത കാലത്ത് ആളെ പേര് ഒരു വർഷങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഒരു അണുകുടുംബം, ഭാര്യയും ഭർത്താവും മാത്രമാണ് വീട്ടിലുള്ളത്. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ M പ്രസാദ്, C ജയ, V ബാലൻ, T വിശ്വനാഥൻ, VV സജിത, TP സമീറ, KK ഫൽഗുനൻ, P സന്തോഷ്, V നാരായണൻ, VP മോഹനൻ, PV വിനോദ്കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജനുവരി 26 മുതൽ 3 ദിവസങ്ങളിലായി 3 വേദികളിലായാണ് പയ്യന്നൂർ സാഹിത്യോത്സവം അരങ്ങേറുക. കേരളത്തിനകത്തും പുറത്തുനിന്നുമായുള്ള പ്രമുഖ സാഹിത്യകാരന്മാർ പരിപാടിയിൽ പങ്കെടുക്കും. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടന്നുവന്ന കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. വാശിയേറിയ മത്സരത്തിൽ യുവശക്തി എടാട്ട് ചാമ്പ്യന്മാരെ. ഡിസംബർ 15 മുതൽ പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഫ്ലഡ് സ്റ്റേഡിയത്തിൽ നടന്ന കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. 18 ടീമുകൾ വാശിയേറിയ മത്സരത്തിൽ പങ്കെടുത്തു. ഫൈനൽ മത്സരത്തിൽ യുവശക്തി എടാട്ടും മുസാഫിർ FC രാമന്തളിയും തമ്മിൽ ഏറ്റുമുട്ടി. മത്സരത്തിൽ യുവശക്തി എടാട്ട് വിജയിച്ച് ചാമ്പ്യന്മാരായി. പയ്യന്നൂർ MLA TI മധുസൂദനൻ സമ്മാനദാനം നിർവഹിച്ചു. ടീമിന് ക്യാഷ് അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് അർഹമായത് പയ്യന്നൂർ ഫുട്ബോൾ അക്കാദമിയാണ്. ടൂർണമെന്റിൽ ക്രോസ് ബാറിന് കീഴിൽ മികച്ച പ്രകടനം കണ്ടിലെ 2 മത്സരങ്ങളിൽ മികച്ച താരമായി കളിക്കളത്തിൽ നിറഞ്ഞു നിന്ന സമയത്തിൽ പ്രതിഷേധിച്ച് സമരം ചെയ്ത ഡിവൈഫൈയുടെ ചെറുചുറുക്കുള്ള ഭടന്മാരെ കൊലപ്പെടുത്തിയ രക്തസാക്ഷിയുടെ സ്മരണയ്ക്ക് ഏർപ്പെടുത്തിയ ട്രോഫി രണ്ട് എംഎൽഎമാരും ചേർന്ന് നൽകുന്നു. ഗോവിന്ദൻ സ്മാരക സ്ഥിരം ട്രോഫിയും മുൻ ഫുട്ബോൾ താരവും ഫുട്ബോൾ കോച്ചുമായ MRC കൃഷ്ണൻ സ്മരണക്ക് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ സംഭാവന ചെയ്ത സ്ഥിരം ട്രോഫിയും കാത്തിരിക്കുന്ന മൊബൈൽ ഫോൺ, ബൈസൈക്കിൾ, ഗിഫ്റ്റ് വൗച്ചർ തുടങ്ങിയ 3 ബമ്പർ. കല്യാശ്ശേരി MLA M വിജിൻ, DYFI സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സരിൻ ശശി, PP അനിഷ, CPIM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P സന്തോഷ്, ഫുട്ബോൾ ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ T വിശ്വനാഥൻ, പോത്തേര കൃഷ്ണൻ, K രവീന്ദ്രൻ, DYFI മേഖലാ പ്രസിഡന്റ് മുഹമ്മദ്, P ഷിജി, ബബിൻ ഭാസ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ ദിവസവും കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നിരവധി പേർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ സ്നേഹസ്പർശം പദ്ധതിയുടെ ഭാഗമായി തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബശ്രീ അംഗങ്ങൾക്ക് ഹോം നഴ്സിംഗ് പരിശീലനം ആരംഭിച്ചു. പയ്യന്നൂർ സഹകരണ ആശുപത്രിയുടെ സഹകരണത്തോടെ നടക്കുന്ന പരിശീലനം പയ്യന്നൂർ MLA TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ സഹകരണ ആശുപത്രിയുടെ സഹകരണത്തോടെ നടത്തുന്ന സ്നേഹസ്പർശം പരിശീലന പരിപാടി TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു.
ഇന്ത്യയിലെ മൊത്തം കാര്യത്തിൽ ഏതാണ്ട് 3/4 പങ്കും കേരളത്തിലാണ് പാലിയേറ്റീവ് സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ കണക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. ആരോഗ്യപരമായ കാര്യത്തിൽ നമ്മുടെ ഒരു അവബോധം, നമ്മുടെ ഒരു കാഴ്ചപ്പാട് തദ്ദേശ സ്ഥാപനങ്ങളുടെ മുന്നിൽ. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി ജയ, വി ബാലൻ, ടി വിശ്വനാഥൻ, വി വി സജിത, ടി പി സമീറ, കൌൺസിലർ എം ആനന്ദൻ, കെ കെ ഫൽഗുനൻ, സി ഡി എസ് ചെയർപേഴ്സൺ പി പി ലീല, സഹകരണ ആശുപത്രി പ്രസിഡന്റ് വി നാരായണൻ, സെക്രട്ടറി കെ വി സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യഘട്ടത്തിൽ 20 പേർക്കാണ് പരിശീലനം നൽകുന്നത്. ജീവിതശൈലി രോഗനിർണയം, പ്രാഥമിക പരിശോധനാ രീതി, രോഗികളുടെ പരിചരണം തുടങ്ങിയവയിലാണ് പരിശീലനം നൽകുന്നത്. ആവശ്യക്കാർക്ക് ഇവരുടെ സേവനം ലഭ്യമാകുന്നതോടെ ഈ മേഖലയിലെ ഇടനിലക്കാരുടെ ചൂഷണം ഒരു പരിധിവരെ തടയുന്നതിന് കഴിയുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കല്യാശ്ശേരി മണ്ഡലം ഔഷധഗ്രാമം പദ്ധതിയുടെ ഭാഗമായി വിളവെടുത്ത കുറുന്തോട്ടി ഔഷധിക്ക് കൈമാറി. തൃശൂരിലേക്ക് കയറ്റി അയക്കുന്നതിന്റെ ഫ്ളാഗ് ഓഫ് പഴയങ്ങാടി അടുത്തിലയിൽ എം വിജിൻ MLA നിർവഹിച്ചു. കല്യാശ്ശേരി മണ്ഡലം ഔഷധഗ്രാമം പദ്ധതിയുടെ ഭാഗമായി വിളവെടുത്ത കുറുന്തോട്ടി ഔഷധിക്ക് കൈമാറി. തൃശൂരിലേക്ക് കയറ്റി അയക്കുന്നതിന്റെ ഫ്ളാഗ് ഓഫ് പഴയങ്ങാടി അടുത്തിലയിൽ എം വിജിൻ MLA നിർവഹിച്ചു. സ്നേഹം നിറഞ്ഞ മാധ്യമപ്രവർത്തകരെ, പ്രിയപ്പെട്ട കർഷകരെ, കല്യാശ്ശേരി മണ്ഡലത്തിലെ ഔഷധഗ്രാമം പദ്ധതി അതിൻ്റെ 1ാം ഘട്ട പൂർത്തീകരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുക. ചടങ്ങിൽ കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി അധ്യക്ഷത വഹിച്ചു. ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ, ഔഷധി MD ഡോക്ടർ ടി കെ ഹൃദിക്, ഔഷധി ബോർഡ് അംഗം കെ പത്മനാഭൻ, ലേബർ കോൺട്രാക്ട് സൊസൈറ്റി സെക്രട്ടറി കെ പി പ്രശാന്ത്, പഞ്ചായത്ത് അംഗം ജസീർ അഹമ്മദ്, കൃഷി അസിസ്റ്റന്റുമാരായ കെ പി മഹേഷ് കുമാർ, കുസുമം തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. വിളവെടുത്ത കുറുന്തോട്ടിയും വിത്തും സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ ഔഷധിയാണ് ശേഖരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിന്റെ ആഭിമുഖ്യത്തിൽ പുതുവത്സരത്തിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. COA ഭവനിൽ നടന്ന ചടങ്ങിൽ നെറ്റ്വർക്ക് ചാനൽ MD കെ സജീവ് കുമാർ പുതുവത്സര സന്ദേശം നൽകി. സുഖത്തിലും ഐശ്വര്യത്തിലും സമൃദ്ധിയിലും സന്തോഷത്തിലും ഒക്കെ നല്ല ദിനങ്ങൾ സമ്മാനിക്കുന്ന ഒരു വർഷമായിട്ട് 2024 എല്ലാവർക്കും വേണ്ടി ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ചാനലിൻ്റെ ഒരു പുതിയ കേക്ക് മുറിക്കുന്നതിന് വേണ്ടി വിഷയം ക്ഷണിക്കുകയാണ്. പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിന്റെ ആഭിമുഖ്യത്തിൽ പുതുവത്സരത്തിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. COA ഭവനിൽ നടന്ന ചടങ്ങിൽ നെറ്റ്വർക്ക് ചാനൽ MD കെ സജീവ് കുമാർ പുതുവത്സര സന്ദേശം നൽകി. ചാനൽ മുൻ ചെയർമാൻ N പുരുഷോത്തമൻ കേക്ക് മുറിച്ചു. MV ദീപു, KV രാജൻ, N രഞ്ജിത്ത്, KV പ്രഭാത് കുമാർ, VV മനോജ് കുമാർ, VM സഹദേവൻ, TV ജയേഷ്, PP പ്രസാദ് തുടങ്ങിയവരും ചാനൽ ജീവനക്കാരും പങ്കെടുത്തു. നാടിനെ ഉത്സവ ലഹരിയിലാഴ്ത്തി ഏഴോം ഫെസ്റ്റ്. ഏഴോം ഗ്രാമപഞ്ചായത്ത് പഴയങ്ങാടിയിൽ സംഘടിപ്പിക്കുന്ന ഏഴോം ഫെസ്റ്റ് നാടിന്റെ മതമൈത്രിയുടെ ഉത്സവം കൂടിയാണ്. പഴയങ്ങാടി പട്ടണം ഉത്സവ ലഹരിയിലാണ്. ആളും ആരവവും കുറഞ്ഞ പഴയങ്ങാടി പട്ടണം പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഏഴോം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഏഴോം ഫെസ്റ്റിലേക്ക് ദിവസവും ആയിരങ്ങളാണ് എത്തിച്ചേരുന്നത്. ഡിസംബർ 20 ആരംഭിച്ച ഫെസ്റ്റ് ജനുവരി 7 അവസാനിക്കും. റോബോട്ടിക് മൃഗശാലയും കുടുംബശ്രീ വിപണനമേള, ശാസ്ത്ര സാങ്കേതിക പ്രദർശനങ്ങൾ, കരകൗശല വസ്തുക്കളുടെ പ്രദർശനം, അമ്യൂസ്മെന്റ് പാർക്ക്, ഫുഡ് ഫെസ്റ്റ്, കലാപരിപാടികൾ ഇവയെല്ലാം ഫെസ്റ്റിനെത്തുന്നവരെ ഏറെ ആകർഷിക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ടത് കലാപരിപാടികൾ തന്നെ. തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടമാണ് കലാപരിപാടി നടക്കുന്ന വേദിയിൽ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ഈശ്വൽസന്ധ്യയും നാടൻ പാട്ടുമെല്ലാം ജനങ്ങൾ ഏറെ ആവേശത്തോടെയാണ് സ്വീകരിച്ചത്. പാട്ടുപാടിയും നൃത്തം വെച്ചും കാണികളും കലാവിരുന്നിൽ ഒപ്പം ചേർന്നു. ഏഴോം ഫെസ്റ്റ് നാടിന്റെ ജനകീയ ഉത്സവമായി മാറിയെന്ന് ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ പറഞ്ഞു. സമാപന ദിവസമായ 7-ാം തീയതി വരെ സാംസ്കാരിക സമ്മേളനവും അതുപോലെ സംഗീത വിരുന്നും ഒക്കെ ആസ്വദിച്ച് നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഒമ്പിച്ച വിജയമാക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ കുടുംബസമേതം ഒന്നിച്ചിരിക്കാനും ഉല്ലസിക്കാനും ഏഴോം ഫെസ്റ്റ് വേദിയാകുന്നു എന്ന് ഇവിടെ എത്തുന്നവരും പറയുന്നു. ഏഴോം ഫെസ്റ്റിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ പാലാപ്പള്ളി എന്ന ഗാനത്തിലൂടെ ശ്രദ്ധേയനായ അതുൽ നറുകര നയിക്കുന്ന ഗാനമേള, ആബിദ് കണ്ണൂർ നയിക്കുന്ന മാപ്പിളപ്പാട്ടുകൾ, ഗസൽ സന്ധ്യ തുടങ്ങിയ വ്യത്യസ്ത കലാപരിപാടികൾ അരങ്ങേറും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.
കുഞ്ഞിമംഗലത്തെ കോൺഗ്രസ് നേതാവായിരുന്ന CV കൃഷ്ണന്റെ 1ാം ചരമവാർഷിക ദിനവും അനുസ്മരണവും നടത്തി. KPCC മെമ്പർ MP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിമംഗലത്തെ കോൺഗ്രസ് നേതാവായിരുന്ന CV കൃഷ്ണന്റെ 1ാം ചരമവാർഷിക ദിനവും അനുസ്മരണവും നടത്തി. അനുസ്മരണ യോഗം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K വിജയന്റെ അധ്യക്ഷതയിൽ KPCC മെമ്പർ MP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. V രാജൻ, സുരേഷ് ബാബു, MK ബാലകൃഷ്ണൻ, പലേരി ഭാസ്കരൻ, മനോഹരൻ E, ശ്രീവിദ്യ CV, സ്വപ്ന സുരേഷ്, വിജയകുമാരി V, ഷിജു കല്ലേൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്. ഏഴോം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഏഴോം ഫെസ്റ്റിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. മാധ്യമപ്രവർത്തകൻ PV കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ഏഴോം ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഏഴോം ഫെസ്റ്റിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. മാധ്യമപ്രവർത്തകൻ PV കുട്ടൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നിറഞ്ഞ് കവിഞ്ഞ് ലൈറ്റിംഗ് ഒക്കെ ആയി വലിയ ആഘോഷം നടക്കുകയാണ്. ഹാപ്പിനെസ് ഫെസ്റ്റിവൽ എന്നൊക്കെ പറഞ്ഞ് വലിയ ആഘോഷം നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളും ആഗ്രഹിക്കാറ് ഞങ്ങളുടെ ഈ കൊച്ചു ഗ്രാമങ്ങളിലൊക്കെ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ എന്ത് മനോഹരമായിരിക്കുമെന്നുള്ളത്. അതിന് ഏറ്റവും വലിയൊരു സാക്ഷാത്കാരമാണ് ഏഴോം പഞ്ചായത്ത് നമ്മുടെ ഗോപിയാട്ട നേതൃത്വത്തിൽ ഇവിടെ നടത്തിയിരിക്കുന്നത്. നമുക്ക് എല്ലാം സാധ്യമാകും. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ വനജ, ശ്രീജിത്ത് കൊട്ടാരത്തിൽ, PK വിശ്വനാഥൻ, നിർമ്മല തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾ സമാപിച്ചുവെങ്കിലും കോത്തായിമുക്കിലെ MRS ലൈവ് ബേക്ക് ഫാക്ടറിയിൽ കേക്കുകളുടെ വൈവിധ്യങ്ങൾക്കായി ആവശ്യക്കാർ ഇപ്പോഴും നിരവധിയാണ്. വ്യത്യസ്ത രുചിക്കൂട്ടുകളിലുള്ള കേക്കുകൾക്ക് പുറമെ മധുര പലഹാരങ്ങളുടെയും മറ്റു ബേക്കറി ഇനങ്ങളുടെയും രുചി വൈവിധ്യവും MRSൽ ഒരുക്കിയിരിക്കുന്നു. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് സമാപനമായെങ്കിലും മറ്റ് ആഘോഷവേളകൾ മധുരതരമാക്കാൻ കോത്തായിമുക്കിലെ MRS ലൈവ് ബേക്ക് ഫാക്ടറിയിൽ വ്യത്യസ്തതയാർന്ന കേക്കിനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ചോക്ലേറ്റ് ട്രഫിൾ, റെഡ് വെൽവെറ്റ്, നെറ്റി ബബിൾസ്, മിൽക്ക് നട്ട്സ്, സ്പാനിഷ് ഡിലിറ്റ്, റിച്ച് പ്ലം കേക്ക്, ബട്ടർ സ്കോച്ച്, കുൽഫി കേക്ക്, വാൻജിയോ, ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ് തുടങ്ങിയ കേക്കിനങ്ങൾക്കു പുറമെ മൈസൂർ പാക്ക്, ലഡു, ജിലേബി, ഹൽവ, ഗീവട, പാൽ കേക്ക് തുടങ്ങിയ തനത് വിഭവങ്ങളും പല നിറങ്ങളിലും പല വലിപ്പത്തിലുമുള്ള പേടകളും MRS ലൈവ് ബേക്ക് ഫാക്ടറിയിൽ ഒരുക്കിയിരിക്കുന്നു. ആഘോഷങ്ങളുടെ മധുരം വർദ്ധിപ്പിക്കാൻ ഇവയെല്ലാം പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കാം. മികച്ച സേവനങ്ങളാണ് MRS ലൈവ് ബേക്ക് ഫാക്ടറി ഉപഭോക്താക്കൾക്കായി നൽകുന്നത്. MRS ലൈവ് ബേക്ക് ഫാക്ടറിയുടെ രുചിപ്പെരുമ അനുഭവിച്ചറിഞ്ഞവർ വീണ്ടും വീണ്ടും ഇവിടേക്ക് എത്തുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാടായി ഏരിയയിൽ കർഷക സംഘ മെമ്പർഷിപ്പ് പ്രവർത്തനം ആരംഭിച്ചു. OV നാരായണൻ ഉദ്ഘാടനം ചെയ്തു. എപ്പോഴും ശരിയായ കർഷക പറയുന്നത് നമ്മുടെ ജില്ലയിൽ തന്നെ ഈ കാർഷിക വൃത്തിയിലുള്ള പ്രധാനപ്പെട്ട ചുരുക്കം പേരിൽ ഒരാളാണ് കുമാരൻ എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിയാതപ്പോൾ ഉള്ളത് മാടായി ഏരിയയിൽ കർഷക സംഘം മെമ്പർഷിപ്പ് പ്രവർത്തനം ആരംഭിച്ചു. OV നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന കർഷകൻ കീനേരി കുമാരന് മെമ്പർഷിപ്പ് നൽകിക്കൊണ്ടാണ് ഉദ്ഘാടനം നടന്നത്. K മനോഹരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ V രമേശൻ, MV രവി, MV രാജീവൻ, P വനജ, P ദാമോദരൻ, PP അംബുജാക്ഷൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. നിക്ഷൻ ഇലക്ട്രോണിക്സിന്റെ പുതിയ സംരംഭമായ നിക്ഷൻ ഡിജിറ്റലിന്റെ ആദ്യത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനം പഴയങ്ങാടിയിൽ നടന്നു. M വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു.
നിക്ചാൻ ഇലക്ട്രോണിക്സിന്റെ പുതിയ സംരംഭമായ നിക്ചാൻ ഡിജിറ്റലിന്റെ ആദ്യത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനം പഴയങ്ങാടിയിൽ എം വിജിൻ MLA നിർവഹിച്ചു. ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ ആദ്യ വിൽപ്പന നടത്തി. ഏദർ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ നറുക്കെടുപ്പ് മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായിക്കാരൻ നിർവഹിച്ചു. നിക്ചാൻ ഗ്രൂപ്പ് ചെയർമാൻ കെ മുസ്തഫ, നിക്ചാൻ ഇലക്ട്രോണിക്സ് മാനേജിംഗ് ഡയറക്ടർ MMV മൊയ്തു, നിക്ചാൻ ഇലക്ട്രോണിക്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിക്ചാൻ അഹമ്മദ്, ഫൈസൽ KP, ടോപ്പ് ഫോം റെസ്റ്റോറന്റ് മാനേജിംഗ് ഡയറക്ടർ ഷെയ്ഖ് മുഹമ്മദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പിലാത്തറ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ചെറുതാഴം പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് പേ പാർക്കിംഗ് ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. പിലാത്തറ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ചെറുതാഴം പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് പേ പാർക്കിംഗ് ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ സോമശേഖരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP രോഹിണി, പഞ്ചായത്ത് മെമ്പർ TV കുഞ്ഞിക്കണ്ണൻ, മാത്രാടൻ കണ്ണൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ദിലീപ് പുത്തലത്ത്, ഹരിതകർമ്മസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഹരിതകർമ്മസേന അംഗങ്ങൾക്കാണ് പേ പാർക്കിംഗ് നടത്തിപ്പിന്റെ ചുമതല. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പഴയങ്ങാടി പ്രസ് ഫോറം പഴയങ്ങാടിയിൽ സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് മഹമ്മൂദ് വാടിക്കൽ ഉദ്ഘാടനം ചെയ്തു. പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ പഴയങ്ങാടിയിൽ നടന്ന സ്നേഹവിരുന്ന് പ്രസ് ഫോറം പ്രസിഡന്റ് മഹമ്മൂദ് വാടിക്കൽ ഉദ്ഘാടനം ചെയ്തു. എന്റെ വീട്ടിലേക്ക് നിങ്ങൾ ഏത് പത്രപ്രവർത്തകർ, കാരണം നിങ്ങളെല്ലാവരും സഹോദരന്മാരാണ്. എന്റെ വീട്ടിലെ പിന്നെ സഹധർമ്മിണി അങ്ങനെയാണ്, എന്റെ മകൾ അങ്ങനെയാണ്, മകൻ അങ്ങനെയാണ്. കാരണം എല്ലാവർക്കും നമ്മളൊരു കുടുംബമാണ്. കാരണം അത് എന്നെന്നും നിലനിൽക്കണം. ഈ പുതുവർഷത്തിലും ഞാൻ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും, നിങ്ങൾക്ക് എന്നോടൊപ്പം ഉണ്ടാവണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. പ്രസ് ഫോറം സെക്രട്ടറി പവിത്രൻ കുഞ്ഞിമംഗലം അധ്യക്ഷത വഹിച്ചു. സുധീർ വെങ്ങര, പൊങ്കാരൻ ബാലകൃഷ്ണൻ, MD നാസർ, സതീശൻ വെങ്ങര, AV രാജേഷ്, പത്മനാഭൻ മാസ്റ്റർ, കിരൺ, ദേവരാജൻ, നികേഷ് താവം തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ആലക്കാട് ജനതാ തിയേറ്റേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ക്ലബ്ബ് പരിസരത്ത് വച്ച് ആദര സമ്മേളനവും വെൽക്കം 24 പരിപാടിയും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ആലക്കാട് ജനതാ തിയേറ്റേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ആദര സമ്മേളനവും വെൽക്കം 2024 പരിപാടിയും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വലിയ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ആഘോഷത്തിൽ പങ്കുചേരുന്നൊരു വേണ്ടിയോ സന്തോഷകരമായിട്ടുള്ള നിലയോ ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അസ്വസ്ഥതകൾ പടുത്തുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വംശഹത്യകൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ സംഭവങ്ങളൊക്കെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നടക്കുകയാണ്. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ആലക്കാട് ദേവി സഹായം LP സ്കൂൾ മുൻ ഹെഡ്മിസ്റ്റേഴ്സ് രമ ടീച്ചർ, വിവിധ കായിക മത്സരങ്ങളിൽ ദേശീയ തലത്തിൽ സ്വർണ്ണ മെഡൽ ജേതാവായ M മനോജ് മാസ്റ്റർ, കവിയും നാടകരചയിതാവുമായ രമേഷ് കാളീശ്വരം എന്നിവരെ ആദരിച്ചു. ജനകീയ ഡോക്ടർ TV കുഞ്ഞിക്കണ്ണൻ ആദരിക്കൽ നിർവഹിച്ചു. ആദ്യകാല കർഷകരെയും കാർഷിക രംഗത്തെ നിറസാന്നിധ്യമായ വ്യക്തികളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള അനുമോദനവും നടന്നു. KK മധുസൂദനൻ, KV ചന്ദ്രിക, P സുമിത്ര ടീച്ചർ, K മനോജ് കുമാർ, KK കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കലാപരിപാടികളും ലഘുനാടകവും വനിതാവേദി പ്രവർത്തകരുടെ കൈകൊട്ടിക്കളിയും അരങ്ങേറി. തുടർന്ന് ഫ്ലവേഴ്സ് കോമഡി ഉത്സവം ഫെയിൻ മിഥുൻ സുരേന്ദ്രൻ നയിച്ച മെഗാ വയലിൻ ഫ്യൂഷനും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ബാംഗ്ലൂരിൽ വച്ച് നടന്ന 68ാമത് ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ദേശീയ കോൺഫറൻസിൽ പയ്യന്നൂർ JCs 4 ദേശീയ അവാർഡുകൾ കരസ്ഥമാക്കി. ഏറ്റവും മികച്ച ചാപ്റ്ററിനുള്ള അവാർഡ് ഉൾപ്പെടെയാണ് നേട്ടം കൈവരിച്ചത്.
ബാംഗ്ലൂരിൽ നടന്ന 68ാമത് ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ദേശീയ കോൺഫറൻസിൽ പയ്യന്നൂർ ജേസീസ് 4 ദേശീയ അവാർഡുകൾ കരസ്ഥമാക്കി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ചാപ്റ്റർ പ്രസിഡന്റിനുള്ള അവാർഡ് മുഹമ്മദ് ജബ്രൂദിനും ഏറ്റവും മികച്ച ചാപ്റ്ററിനുള്ള അവാർഡ് പയ്യന്നൂർ ജേസീസും നേടി. ഏറ്റവും മികച്ച വ്യക്തിത്വ വികസന പരിപാടികൾ, അംഗത്വ വളർച്ച, വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് എന്നീ മേഖലകളിലാണ് ദേശീയ അവാർഡുകൾ നേടിയത്. ഈ നേട്ടങ്ങൾ കരസ്ഥമാക്കിയാണ് പയ്യന്നൂർ ജേസീസ് ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പടയോട്ടക്കാലത്തിന്റെ അവശേഷിപ്പിൽ നിന്നും പുനർജനി നേടിയ ഉത്തരകാശി എന്നറിയപ്പെടുന്ന മലബാറിലെ പ്രമുഖ സ്വയംഭൂ ക്ഷേത്രമായ മാടായി വടുകുന്ത ശിവക്ഷേത്രത്തിലെ 6 ദിവസം നീണ്ടുനിൽക്കുന്ന കൊടിയേറ്റ മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു. വൻ ഭക്തജന തിരക്കാണ് ഉത്സവ നാളുകളിൽ ഇത്തവണ അനുഭവപ്പെട്ടത്. മാടായി വടുകുന്ത ശിവക്ഷേത്ര മഹോത്സവത്തിന് സമാപനമായി. മഹോത്സവത്തിലെ അന്നദാനം സമൃദ്ധമായ ഭക്ഷണം കൊണ്ട് ഏറെ പ്രശംസിക്കപ്പെട്ടു. 3 നേരവുമുള്ള ഭക്ഷണം മഹോത്സവത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്കും മറ്റുള്ളവർക്കും നൽകുന്നത് 20ഓളം വരുന്ന ഭക്ഷണ കമ്മിറ്റി അംഗങ്ങളാണ്. തളിപ്പറമ്പിലെ അനിയൻ നമ്പൂതിരിപ്പാടിന്റെ മേൽനോട്ടത്തിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. ഇവിടെ എത്തുന്ന എല്ലാവർക്കും ഭക്ഷണം നൽകുന്നതിനുള്ള സംവിധാനം ഭക്ഷണശാലയിൽ ഒരുക്കിയിരുന്നു എന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് അന്നദാനം ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഉത്സവത്തിൻ്റെ എല്ലാ ദിവസങ്ങളിലും ആളുകളുടെ അഭൂതപൂർവമായ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിൽ തിടമ്പ് നൃത്തം, ആനപ്പുറത്തെഴുന്നള്ളത്ത് എന്നിവയും നടന്നിരുന്നു. ഉത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് വടുകുന്ത തടാകത്തിൽ ആറാട്ട് നടന്നു. തുടർന്ന് പായസ വിതരണവും ഉണ്ടായി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പുതുവത്സര കേക്ക് മുറിച്ച് ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് ജീവനക്കാർ, കൃഷി ഓഫീസർ, കുടുംബശ്രീ ഓഫീസ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പുതുവത്സരത്തിൽ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ഗോപാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പുതുവത്സര പിറവിയുടെ ഭാഗമായിട്ട് മധുരം വിളമ്പുക എന്ന നല്ലൊരു സന്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ കേക്ക് മുറിച്ചിട്ടുള്ളത്. നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും പഞ്ചായത്തിനകത്തെ ജീവനക്കാരും അനുബന്ധ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുമെല്ലാം വളരെ ഹാപ്പിയായിട്ടാണ് ഈ ചടങ്ങിലിപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ പഞ്ചായത്തിൻ്റെ പേരിൽ നേരുകയാണ്. വാർഡ് മെമ്പർമാർ, പഞ്ചായത്ത് ജീവനക്കാർ, കൃഷി ഓഫീസർ, കുടുംബശ്രീ ഓഫീസ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാരിനോടൊപ്പം ജനങ്ങളുടെ സഹകരണം കൂടിയായാൽ മാത്രമേ നാടിന്റെ സമ്പൂർണ്ണ വികസനം സാധ്യമാകൂ എന്ന് കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ. വികസന രംഗത്ത് കേരളം രാജ്യത്തിന് മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണപുരത്ത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വീടുകളുടെ താക്കോൽ കൈമാറൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ടോന്താറിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടുമതിലും ഇലക്ട്രിക് പോസ്റ്റും തകർത്തു. തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. പയ്യന്നൂർ നഗരസഭ സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് ഗാന്ധി പാർക്കിനു സമീപം തുറന്നു. മലയാള നാടകാചാര്യൻ ഇബ്രാഹിം വെങ്ങര ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഫ്ലഡ്ലിസ് സ്റ്റേഡിയത്തിൽ നടന്നുവന്ന കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. വാശിയേറിയ മത്സരത്തിൽ യുവശക്തി എടാട്ട് ചാമ്പ്യന്മാരായി. ഇതോടുകൂടി ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. ഏവർക്കും പുതുവത്സരാശംസകൾ.